ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, സാന്റോറിനി ദ്വീപ്. ഈ ഗ്രീക്ക് ദ്വീപ് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണെന്നതിൽ അതിശയിക്കാനില്ല. ഹണിമൂൺ കപ്പിൾസിന് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സാന്റോറിനി. സാന്റോറിനിയുടെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് അതിന്റെ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വത ദ്വീപാണ് തിര എന്നറിയപ്പെടുന്ന സാന്റോറിനി. 3600 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം ദ്വീപിന്റെ മധ്യഭാഗം തകരുകയും ഒരു കാൽഡെറ അല്ലെങ്കിൽ ഒരു വലിയ അഗ്നിപർവ്വത ഗർത്തം സൃഷ്ടിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് രൂപപ്പെട്ടത്. ഈ വിനാശകരമായ സംഭവം മിനോവൻ നാഗരികതയുടെ നാശത്തിലേക്കും അറ്റ്ലാന്റിസിന്റെ ഇതിഹാസത്തിന്റെ സൃഷ്ടിയിലേക്കും നയിച്ചു. ഏകദേശം 73 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള താരതമ്യേന ചെറിയ ദ്വീപാണ് സാന്റോറിനി. ഏതൻസിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇത് സൈക്ലേഡ്സ് ദ്വീപ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഈ ദ്വീപ് അതിമനോഹരമായ മലഞ്ചെരിവുകൾ, ഐക്കണിക് നീല താഴികക്കുട പള്ളികൾ, ആകർഷകമായ ഗ്രാമങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. അതുല്യമായ സ്വഭാവസവിശേഷതകളുള്ള നിരവധി ബീച്ചുകൾ ഈ ദ്വീപിലുണ്ട്. ഉദാഹരണത്തിന്, പെരിസ്സ ബീച്ചിൽ കറുത്ത അഗ്നിപർവ്വത മണലുണ്ട്. റെഡ് ബീച്ച് അതിന്റെ മനോഹരമായ ചുവന്ന പാറക്കെട്ടുകൾക്ക് പേരുകേട്ടതാണ്. ഇനി ദ്വീപിലെ ചില പ്രധാന ആകർഷണങ്ങളെക്കുറിച്ച് പറയാം. ഓയ പട്ടണത്തിൽ നിന്ന് സൂര്യാസ്തമയം കാണുക എന്നതാണ് സാന്റോറിനിയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഓയയിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒന്നായി അറിയപ്പെടുന്നു. സാന്റോറിനി സന്ദർശിക്കുന്ന ഏതൊരാളും ഇത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. കാണേണ്ട മറ്റൊരു ആകർഷണം പുരാതന മിനോവൻ നഗരമായ അക്രോട്ടിരിയാണ്. ദ്വീപിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അഗ്നിപർവ്വത ചാരത്തിന് കീഴിൽ സംരക്ഷിക്കപ്പെട്ടു. അഗ്നിപർവ്വത സ്ഫോടനത്തിന് മുമ്പ് ദ്വീപിൽ നിലനിന്നിരുന്ന നാഗരികതയിലേക്ക് ഒരു അതുല്യമായ രൂപം നൽകുന്നു. ഭക്ഷണവും സാന്റോറിനി അനുഭവത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ദിവസവും പിടിക്കുന്ന പുതിയ സമുദ്രവിഭവങ്ങൾക്ക് ഈ ദ്വീപ് പേരുകേട്ടതാണ്. പ്രാദേശികമായി വളർത്തുന്ന സാന്റോറിനി തക്കാളി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഫാവ, മഞ്ഞ സ്പ്ലിറ്റ് പീസ് പ്യൂരി, തക്കാളി ഫ്രിട്ടറുകൾ എന്നിവ പരീക്ഷിക്കുന്നതിനുള്ള ചില പരമ്പരാഗത വിഭവങ്ങളാണ്. തീർച്ചയായും ദ്വീപിലെ പ്രശസ്തമായ വൈറ്റ് വൈൻ പരീക്ഷിക്കാതെ സാന്റോറിനിയിലേക്കുള്ള ഒരു യാത്രയും പൂർത്തിയാകില്ല. ദ്വീപിലെ അഗ്നിപർവ്വത മണ്ണ് നിങ്ങൾക്ക് മറ്റെവിടെയും കാണാത്ത ഒരു സവിശേഷമായ രസം ഉണ്ടാക്കുന്നു. നിങ്ങൾ സാന്റോറിനിയിൽ കൂടുതൽ ദിവസങ്ങൾ അവധിക്കാലം ചിലവഴിക്കാൻ നോക്കുകയാണെങ്കിൽ ധാരാളം ഓപ്ഷനുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് കാൽഡെറയിൽ ഒരു ബോട്ട് ടൂർ നടത്താനും ദ്വീപിലെ പ്രശസ്തമായ ചൂടുനീരുറവകളിൽ മുങ്ങിക്കുളിക്കാനും കഴിയും. കാൽഡെറയുടെയും ഈജിയൻ കടലിന്റെയും അവിശ്വസനീയമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഓയയിൽ നിന്ന് ഫിറയിലേക്കുള്ള പാതയിലൂടെ കാൽനടയാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് യാത്ര ചെയ്യാം. സമുദ്രം പര്യവേക്ഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദ്വീപിന് ചുറ്റുമുള്ള ജലാശയങ്ങളിൽ വസിക്കുന്ന ഊർജ്ജസ്വലമായ സമുദ്രജീവികളെ കാണാൻ നിങ്ങൾക്ക് സ്കൂബ ഡൈവിംഗിലോ സ്നോർക്കലിംഗിലോ പോകാം. എന്തുകൊണ്ടാണ് സാന്റോറിനി ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായതെന്നതിന്റെ ഈ ഒരു ഹ്രസ്വാവലോകനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.